എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബേസിക് കുക്കിംഗ് സീരീസിലെ അടുത്ത വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ബസ്മതി അരി എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മളെപ്പോഴും അരി വെക്കുമ്പോൾ വറ്റിച്ച് അരി എടുക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും ഹെൽത്തി എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ അരി വെച്ചിട്ട് ഊറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കുക്ക് ചെയ്യാനായിട്ട് 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. പല ബ്രാൻഡുകളുടെ ബസ്മതി അരികൾ ലഭ്യമാണ്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ബസ്മതി അരിയിൽ തന്നെ 2 ടൈപ്പിലുള്ള അരികൾ കാണാറുണ്ട്. അപ്പോൾ അതിലൊന്നെന്ന് പറയുന്നത് പച്ചരി പോലുള്ളത്, ഞാൻ താഴെ എടുത്തിരിക്കുന്നത്. ഇതെന്ന് വന്നിട്ട് പുഴുക്കലരിയാണ്, അതായത് ബോയിൽഡ് ആയിട്ടുള്ള ബസ്മതി അരിയാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടെ വേവ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് പച്ചരിയാണ്. ഇപ്പോൾ രണ്ടും അതിൻ്റെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ വേവിൻ്റെ സമയം വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മളിന്ന് ചെയ്യുന്നത് പച്ചരി വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏതരിയായാലും നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ആദ്യം കഴുകുമ്പോൾ ഇതിൽ നന്നായിട്ട് സ്റ്റാർച്ച് ഉണ്ടാകും. അപ്പോൾ നല്ല കുറുകിയിട്ട് തന്നെ ആയിരിക്കും വെള്ളം വരിക. അപ്പോൾ അതെല്ലാം കളഞ്ഞതിന് ശേഷം വെള്ളം നന്നായിട്ട് തെളിഞ്ഞ് വരുന്നവരെ നമ്മളിത് കഴുകി എടുക്കണം. നമ്മൾ അരിയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ഹെൽത്തിന് നല്ലത്. അതുപോലെ തന്നെ അരി വറ്റിച്ച് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി സ്റ്റാർച്ചാണ്. അതുകൊണ്ട് എപ്പോഴും അരി കൂടുതൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുക്കുന്നതാണ് എപ്പോഴും ഹെൽത്തി. അപ്പോൾ നമ്മൾ തെളിഞ്ഞ വെള്ളം വരുന്നവരെ നന്നായിട്ട് കഴുകി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമ്മളൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴാണ് ബസ്മതി അരി നല്ല നീളമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കുക്കായി കിട്ടുക. ഇനി നമ്മൾ അരി വേവിക്കാനായിട്ടൊരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അളവ് ഞാനിവിടെ പറയുന്നില്ല. നിങ്ങൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുക. നമ്മളിപ്പോൾ ഒരു വലിയൊരു 5 ലിറ്ററിൻ്റെ ചരുവത്തിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. എത്ര വെള്ളം കൂടിയാലും കുഴപ്പം ഇല്ല. അപ്പോൾ വെള്ളം നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ബസ്മതി അരി വേവാനായിട്ട് വളരെ കുറച്ച് സമയം മതി, 10 മിനിറ്റ് പോലും വേണ്ട. അതിന് മുന്നേ നന്നായിട്ടിത് വെന്ത് കിട്ടും. അതുപോലെ തന്നെ കുതിർക്കാൻ മറക്കരുത്. കുതിർക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അരിക്ക് നല്ല നീളവും അതുപോലെ അരി നന്നായിട്ട് കുക്കായും കിട്ടുള്ളൂ. പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ട് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ വേവും. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒന്ന് ഇളക്കി കൊടുക്കുക അരി ഇട്ടതിന് ശേഷം. ഏതരിയാണെങ്കിലും ഈ രീതിയിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാം. മട്ടരി ആണെന്നുണ്ടെങ്കിലും പൊന്നിരി ആണെന്നുണ്ടെങ്കിലും ഏതരിയാണെങ്കിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ മട്ടരിയും പൊന്നിയരിയൊക്കെ കുക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഊറ്റാനുള്ള സമയമായി. കൈവച്ചിട്ട് നന്നായിട്ട് ഞെക്കി നോക്കുമ്പം നന്നായിട്ട് അത് ഉടഞ്ഞു വരണം. അപ്പോൾ അരി ഊറ്റാനായിട്ട് തുടക്കക്കാർക്ക് ഇതുപോലെ ഒരു അരിപ്പ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത് വാഷ് ബേസിനിൽ വെച്ചിട്ട് നമുക്ക് ചരുവം വളരെ സൂക്ഷിച്ച് ഇതിന് മുകളിലായിട്ട് എടുത്തൊഴിച്ചിട്ട് വെള്ളം ഊറ്റിക്കളയാം. അരിപ്പ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ടിയുള്ള അരിപ്പ മേടിക്കുക. അപ്പോൾ അരിയൊന്നും ഇതിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഐക്കിയിൽ നിന്നാണ്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ തരാം. അപ്പോൾ അരി നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് വെള്ളമുണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് അതൊന്ന് നമുക്കൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇതിലെ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് ഇത് വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ അരി ഓരോന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് തുടങ്ങും. അതുപോലെ നമ്മൾ ഈ അരി വേവിച്ച് വെച്ചതിന് ശേഷം ഈ പാത്രത്തിൽ തന്നെ നമ്മൾ ഒരുപാട് നേരം വെച്ചിരിക്കരുത്. ഒരുപാട് ഡ്രൈ ആയി പോകും. ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് നമ്മൾ ആ ചോറുണ്ടാക്കിയ പാത്രത്തിലേക്ക് തന്നെ ഒന്ന് മാറ്റി വെക്കാം. നമ്മളിതിൽ ഉപ്പോ എണ്ണയോ നാരങ്ങ നീരോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള നല്ല നീളമുള്ള ബസ്മതി റൈസ് നമ്മളിവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചോറിൽ ഉപ്പിടേണ്ടവർക്ക് ഉപ്പിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ മട്ടേരി ആയാലും പൊന്നിയരി ആയാലും ജയ അരി ആയാലും ഏതരി ആയാലും നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പല തരത്തിലുള്ള അരികളുണ്ട്. അപ്പോൾ ഏതൊക്കെ അരികളാണെന്നുള്ളതും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ബസ്മതി അരി എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്